skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിനിയേച്ചർ ക്രാഫ്റ്റിലൂടെ ബഹ്റിനിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ, കായംകുളം സ്വദേശിയായിട്ടുള്ള ജോൺസനും ഫാമിലിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ സ്റ്റുഡിയോയിലുള്ളത്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഈ കുഞ്ഞു ഫ്രെയിമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. കായംകുളം സ്വദേശിയായ ജോൺസനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ജോൺസൺ ചെയ്ത മിനിയേച്ചർ ക്രാഫ്റ്റുകൾ ബഹ്റിനിലെ ഓരോ പ്രവാസികൾക്കും പരിചിതമാണ്. പലരും ഈ മിനിയേച്ചർ ക്രാഫ്റ്റുകൾ കണ്ടിട്ട് കൺമിഴിച്ച് നിന്നിട്ടുണ്ട്. കാരണം അത്ര വ്യത്യസ്തമായിട്ടുള്ള മിനിയേച്ചറുകളാണ് ജോൺസനും ഫാമിലിയും ചേർന്ന് ചെയ്തിട്ടുള്ളത്, അല്ലേ? നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങളിലോട്ട് വരാം. ജോൺസൺ എത്ര വർഷമായി? ഞാൻ 21 വർഷമായി. 21 വർഷമായി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ബഹ്റിൻ ഐ ക്ലിനിക്കിലാണ്, ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അവിടെ റിസപ്ഷനാണ്, പിന്നെ വിത്ത് ഡ്രൈവിംഗും ഉണ്ട് നമ്മുടെ ബോസിൻ്റെ ഒക്കെ. ഓ ശരി. എന്താണ് മോളെ പേര്? അക്സ. അതൊരു വെറൈറ്റി പേരാണല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അക്സ. ഓക്കെ. എന്താ മോൾ? ആൽവിൻ. ഓക്കെ. എവിടെയാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? ഓ നാട്ടിലാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന വെക്കേഷൻ വന്നത്? ആ ഓക്കെ ഓക്കെ. ഏത് ക്ലാസ് ചെയ്ത് പറഞ്ഞേ? ഇനി 10ാം ക്ലാസ്സിൽ. മോളോ? ഇനി 7ലോട്ട്. എങ്ങനെ പോകുന്നു? ശരി, ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. എങ്ങനെ പോകുന്നു? സ്കൂളിലെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നെന്നാണ് ജസ്റ്റ് കാഷ്വലി ചോദിച്ചെന്നേ ഉള്ളൂ. എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു അല്ലേ? വെക്കേഷനൊക്കെ അടിപൊളിയാണോ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രയായി? 1.5 മാസമായി. എങ്ങനെയുണ്ട്? ബഹ്റിനൊക്കെ കറങ്ങി കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട് ബഹ്റിൻ? അടിപൊളിയാണോ? ഓക്കെ. ഇനി എന്താ പേര്? എങ്ങനെ ബഹ്റിനൊക്കെ ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ വരുന്നത്? അതിനു മുമ്പ് വന്നിട്ട്? ഇതിനു മുമ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വെച്ചിട്ടും ജോൺസൺ ഇത്തരത്തിലുള്ള കരവിരുതുകളൊക്കെ ചെയ്യുമായിരുന്നു? ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇതിന്റെ മെയിൻ ഗ്രൂപ്പ് ഒരു ജയപാൽ സുമാരനാണ് ഈ നടത്തുന്നത്, മെയിൻ കോർഡിനേറ്റർ. അത് തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലക്കാരും ഉൾപ്പെടുന്നതാണ്. അത് പ്രായമൊന്നോ മതമൊന്നോ ഇല്ലാതെ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ പ്രായമുള്ളവർ വരെയാണ് ഈ ഒരു ഫീൽഡിലുള്ളത്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതിന് ടെക്സ് ഫെസ്റ്റിവലും അങ്ങനെ എക്സ്പോയും ഒക്കെ നടത്താറുണ്ട് ഞങ്ങള്. നല്ലൊരു കൂട്ടായ്മയാണ്. പഠിപ്പിക്കുന്നില്ല, ആഗ്രഹമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ബാക്കിയുള്ള ഓരോ വർക്കുകൾ ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ചിട്ട് ഓരോന്നും മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആലപ്പുഴ ഗ്രൂപ്പിന്റെ ഒരു അഡ്മിനൂടെ കൂടിയാണ് ഞാൻ. അങ്ങനെ എല്ലാ ജില്ലക്കാരും കൂടി ചേർന്നുള്ള ഒരു ഇതാണ് മെയിൻ എംഎച്ച് മിനിയേച്ചർ ഗ്രൂപ്പ് എന്നാണ് അതിന്റെ പേര്. ടീം എംഎച്ച് മിനിയേച്ചർ. നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യും, ഇപ്പോൾ നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ സൈറ്റിലെ മെഷർമെന്റ് എടുത്തുകൊണ്ട് നമ്മൾ
ഇപ്പോൾ ഓട്ടോ കാർഡിലോ അല്ലെങ്കിൽ വേറെ ഏതിൽ വരയ്ക്കുമ്പോഴായിരിക്കും അതിനൊരു സ്കെയിലുണ്ട്. അതെ അതെ, സ്കെയിൽ അല്ലെ, ഒരു അനുപാതം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ സിവിലിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഫീൽഡ് മെഷർമെന്റ് ബൈ പ്ലോട്ട് മെഷർമെന്റ് എന്ന് പറയാറുണ്ട്. വെച്ചാൽ ഫീൽഡിൽ ഇപ്പോൾ 1 മീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള അളവായിരിക്കും നമ്മൾ ഷീറ്റിൽ വരയ്ക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോ ഒത്തിരി മിനിയേച്ചറുകൾ ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും നിങ്ങൾ ആ ഒരു സംഗതി ഉപയോഗിക്കാറുണ്ടോ, ആ ഒരു അനുപാതം? ആ ഒരു മെത്തേഡ് എടുക്കുന്നുണ്ട്. നമ്മൾ ഇത്ര സെന്റിമീറ്റർ, അതായത് ഒരു വീട് 15 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെന്റിമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ മെത്തേഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്, അത് സ്കെയിൽ അളവിലാണ് എല്ലാം ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഒരാളിന്റെ രൂപം വരയ്ക്കുമ്പോഴത്തേക്കും കലാകാരന്മാര് ഇപ്പോ കണ്ണ്, മൂക്ക് എല്ലാത്തിനും ഒരു അനുപാതം ഉണ്ട്. തീർച്ചയായും. അല്ലാതെ ഇപ്പോ വരച്ചിട്ട് കണ്ണ് വലുതായി പോകും, മൂക്ക് ചെറുതായി പോകും, അങ്ങനത്തെ ഒരു ഇതുണ്ടാവത്തില്ല. അത് ഡ്രോയിങ് ചെയ്യുമ്പോഴായാലും ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴായി കഴിഞ്ഞാലും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്ന, ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് പുതിയ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു പകർന്നു കൊടുക്കുന്നുണ്ട്. അതെ, അതാണ് ഗ്രൂപ്പിന്റെ മെയിൻ. ഇപ്പോ ബഹ്റൈനില് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള മിനിയേച്ചർ ക്രാഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അല്ലെ. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ശബരിമല. നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് ശബരിമല. അതേപോലെ തന്നെ സെയിമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാനിത് ആ കാൽക്കുലേഷന്റെ കാര്യം ചോദിച്ചത് ഈ ശബരിമല കണ്ടിട്ടാണ്. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡയമെൻഷന്റെ ഒക്കെ ആനുപാതികമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത് എപ്പോഴാണ് ചെയ്തത് സാർ? ഇതിപ്പോ ഞാൻ ഒരു 1.5-2 മാസമായി. 2 മാസമായി. ഞാൻ ഇപ്പൊ വെക്കേഷൻ പോയിട്ട് വന്നിട്ടിരുന്ന് ചെയ്തതാണ്. ഇതിന്റെ മെയിൻ നമ്മുടെ കണ്ണൂരുള്ള ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ ഒരു ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഒരു ശബരിമല രാഹുൽ കണ്ണൂര്, അദ്ദേഹമാണ് ഇങ്ങനെ മെയിനായിട്ട് ഇത് ശബരിമല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് സംശയങ്ങളെല്ലാം ചോദിച്ച് നമ്മൾ അതേപോലെ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുള്ള അറിവുകളും കൊണ്ടാണ് ഈ വർക്കുകൾ മുന്നോട്ട് പോയേക്കുന്നത്. ശരി, വളരെ എന്താ പറയാ, എന്താ ഒറിജിനാലിറ്റി, അതിന്റെ ലൈറ്റുകളും കൊടിമരവും എല്ലാം വളരെ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു അത് തുടക്കത്തില്? അത് ഈ പറയുന്ന പോലെ കൊറോണ കാലത്താണ്, എല്ലാവരും വരുന്ന പോലെ കൊറോണ കാലത്താണ് ഇത് തുടക്കം കുറിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജയ്പാൽ സുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ യൂട്യൂബ് വീഡിയോ കണ്ടു. അങ്ങനെ അതിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് കൂടുതലായിട്ടും വന്നത്. എത്ര വർഷമാവും ഇപ്പൊ ഏകദേശം ഒരു 4-5 വർഷത്തോളമായി. 5 വർഷം കാലത്തോളമായി. എന്ത് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഈ കഴിവില്? നേരത്തെ അറിയായിരുന്നോ ഇത്തരത്തിലുള്ളൊരു കഴിവുണ്ടെന്ന്? കല്യാണ സമയത്തൊക്കെ ഇല്ല, അങ്ങനെ അറിയില്ലായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഒരു രക്ഷയുമില്ല അല്ലേ? ഭയങ്കര പെർഫെക്ഷനാണ്. പക്ഷേ ബഹ്റൈൻ പ്രവാസികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് നമ്മുടെ മനസ്സിൽ ബഹ്റൈൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്നാണ് ക്ലോക്ക് റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. അത് അതേപടി ഒപ്പിയെടുത്ത് ഒരു മിനിയേച്ചർ ക്രാഫ്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ ഒരു സാധനം ചെയ്തിട്ട് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ബഹ്റൈനികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും നല്ല പ്രചോദനമായിരുന്നു ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം ഞാൻ നമ്മുടെ നാഷണൽ ഡേക്ക് നമ്മുടെ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഇതാണ് കിട്ടിയേക്കുന്നത്. അതിനകത്ത് കൂടെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബഹ്റൈൻ പ്രവാസികളുടെ സപ്പോർട്ട് നന്നായിട്ട് നല്ല സപ്പോർട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഇപ്പൊ ശബരിമല ഏതെങ്കിലും എക്സിബിഷൻ വെച്ചിട്ടുണ്ട്? നമ്മുടെ കേരള സമയത്ത് വെച്ചിട്ട് മറ്റേ ഇപ്പൊ പുസ്തകോത്സവം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല അങ്ങനെയുള്ള കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിച്ചതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഏതൊക്കെയാണ്? അത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് 1 ക്ലോക്ക് ടവർ, പിന്നെ 2 ശബരിമല, പിന്നെ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഥാർ. അതാണ്. ശരി. ഇത് എന്ത് മെറ്റീരിയലാണ് സാധനം ചെയ്യുന്നത്? ഇത് 4x ഷീറ്റ് ആണ്, ഫോം ഷീറ്റ്, PVC ടൈപ്പ്. അതിന്റെ അത് പല mm ഉണ്ട്. 3mm, 5mm, 2mm അങ്ങനെ പലതുണ്ട്.
അപ്പം അത് നമ്മൾ മേടിച്ച് സ്കെയിൽ മോഡൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചില വളയ്ക്കേണ്ട സ്ഥലത്ത് കർവ് ചെയ്ത് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് ഫിനിഷ് ചെയ്ത് അങ്ങനെ ആ പെയിന്റും ഒക്കെ അടിച്ചാണ് ഈ ഒരു രൂപത്തിൽ കൊണ്ടുവരുന്നത്. ശരി. അല്ല, ഇതൊക്കെ ചെയ്യാനുള്ള സമയം സമയം അത് ഒഴിവ് സമയങ്ങളിലാണ്, രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് ചെയ്യും. അതിനോടൊരു പാഷൻ കൊണ്ട് സമയം കണ്ടെത്തി ചെയ്യുകയാണ്. മോളു, ഇവിടുത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് പേടിയാണ്. അച്ഛൻ്റെ ഈ കഴിവിൽ മോള് സ്കൂളിലൊക്കെ വളരെ അഭിമാനത്തോടു കൂടി കുട്ടികളുടെ മുന്നിൽ പറയാറുണ്ടോ, എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് പറയാറുണ്ട് സാധാരണ? അവർക്ക് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഫോട്ടോസ് കാണിച്ചിട്ടില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് കണ്ടിട്ടുള്ളത്? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? പഠിക്കാനൊക്കെ മിടുക്കിയാണോ? അത് സ്വയമായിട്ടൊക്കെ പറയണോ? സ്വയം പുകഴ്ത്തലെന്ന് പറയൂല. മോനെ എന്ത് പറയുന്നു? എങ്ങനെയാണ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള? നല്ല അഭിപ്രായമാണ്. മോന് അഭിമാനം തോന്നാറുണ്ട് അല്ലേ? ശരി. എപ്പോഴെങ്കിലും അപ്പനെ ഈ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ടോ നിങ്ങള്? സമയം കിട്ടുമ്പോ സഹായിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? പിന്നെ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ചെയ്യും? എങ്ങനെയാണ്? ഇങ്ങനെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരുന്ന് ഹെൽപ്പ് ചെയ്യുമെന്നാണോ? അച്ഛന് തന്നെ എല്ലാം സ്വന്തം തന്നെ ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമേ ഒരു തൃപ്തി വരത്തുള്ളൂ. അത് ചില വർക്കിൽ ഉള്ള ഒരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ അത് ആ ചെയ്യുന്ന ആള് തന്നെ ചെയ്താലേ അതിനൊരു തൃപ്തി വരത്തുള്ളൂ. വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ചിലപ്പോൾ അതിനൊരു ഇതുണ്ടാവത്തില്ല. പക്ഷെ ഏതായാലും ഇത് വല്ലാത്ത ഒരു കഴിവ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡയമെൻഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ചെയ്തിരിക്കുന്ന ഒരാളിൻ്റെ രൂപം വരയ്ക്കുന്ന പോലെയല്ല, ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ ഒബ്സർവ് ചെയ്ത് കൊണ്ടുവന്ന് വേറെ സാധനം ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെയാണ് അല്ലേ? ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് വരാനുള്ള സാഹചര്യം? ഇതില് അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു, ജയപാൽ സുമാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഒരു പ്രചോദനത്തില് കാരണം അവർ ആദ്യം വണ്ടികളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തിലെ ഒരു അംഗമായി കഴിഞ്ഞപ്പം നല്ല ഒരു ഇതാണ്, പ്രചോദനമാണ് കിട്ടിയേക്കുന്നത്. പലയിടത്തെ എക്സ്പോയും എക്സിബിഷനും കാര്യങ്ങളും എല്ലാം ഞാനും നാട്ടിൽ പോകുന്ന സമയത്തും പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചിപ്പം ഈ നമ്മുടെ കേരള സമാജത്തിൽ അങ്ങനെയുള്ളിടത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും എക്സിബിഷനിൽ വെച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തരൂ എന്നങ്ങനെ ചോദിച്ചിട്ടുണ്ട്? അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഗിഫ്റ്റ് ആയിട്ടൊക്കെ? അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരി. ഇതല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ ഇപ്പം പുതിയൊരു റെസിൻ ആർട്ട്, നമ്മുടെ കീ ചെയിന്, അങ്ങനെയുള്ള ഈ പ്രസന്റേഷൻ സെറ്റുകളെ, ക്ലോക്കുകളെ അങ്ങനെയൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോഴ്. ഇത് ഞാൻ ഈ ക്ലോക്ക് ടവർ കണ്ടപ്പോഴത്തേക്ക് അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അതിൽ ഇരിക്കുന്ന ക്ലോക്ക് അത് വർക്കിംഗ് ആണ്. കൃത്യമായ സമയം അതിനകത്ത് ആ 4 ക്ലോക്കിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലും വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുതന്നെ ആയിരിക്കണം എല്ലാവരും ക്ലോക്ക് ടവറിനെ ശ്രദ്ധിക്കപ്പെട്ടത് അല്ലേ? ആരെങ്കിലും ഇത് എനിക്ക് തരൂ എന്ന് ചോദിച്ചു വന്നോ? കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരെണ്ണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്ലോക്ക് ടവർ ഇപ്പൊ നമുക്ക് പോയി കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? അത് ഞാൻ ഫോട്ടോസ് എടുത്ത് പലതവണ അതുവഴി പോകുമ്പോൾ ഓരോ സൈഡും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഗൂഗിളിനകത്തൊക്കെ കയറി ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫോട്ടോസും അല്ലാതെ ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഫോട്ടോസ് എടുത്ത് ഉള്ള അളവ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലോട്ടാക്കി. പക്ഷെ കറക്റ്റ് ആ ഇതെല്ലാം ഡയമെൻഷൻ എല്ലാം ആ ഒരു ആനുപാതികമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ ശബരിമല പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പക്ഷെ ശബരിമല പോകാതെ ഇതും ചിത്രങ്ങളിൽ നിന്നും. അതെ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ മുഖേന അളവുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഓ ശരി, ശരിയാണ്.
പിന്നെ വേറെ ഒരു ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ? ചർച്ച ചെയ്തു. അതെവിടെയാണ് ചർച്ച? അത് ഞങ്ങളുടെ പത്തിച്ചിറ, അതായത് ആലപ്പുഴയിലെ മാവേലിക്കരയ്ക്ക് അവിടെയുള്ള ഒരു പള്ളി തന്നെയാണ്. ഞങ്ങൾ പോകുന്ന പള്ളി തന്നെയാണ്, ഒരു ഓർത്തഡോക്സ് പള്ളി. അപ്പൊ അതിന്റെ രൂപത്തിൽ തന്നെ ഒന്ന് പണിഞ്ഞിട്ടുണ്ട്. അത് നാട്ടില് കൊണ്ടുപോയി നാട്ടിൽ വെച്ച് ഞാൻ ഈ പ്രാവശ്യം വെക്കേഷൻ പോയപ്പോൾ ഒന്ന് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ശരി. പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വേറെ പിന്നെ ഒരു ബോട്ട്, കാളവണ്ടി, മയില്, താറ്, ലേറ്റസ്റ്റ് താറാണ്, മഹേന്ദ്ര താർ. എന്തായാലും സംഗതി. പിന്നെ ബസ്സും നമ്മുടെ ഇവിടുത്തെ ഗൾഫ് മോഡൽ റേഞ്ച് റോവർ, അംബാസഡർ, ഓട്ടോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ റെഡ് ബസ് ചെയ്തിട്ടുണ്ട്. റെഡ് ബസ്സും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റെഡ് ബസ് ആയിരുന്നു ചെയ്തത്. ഓ ശരി. അതെങ്ങനെ എവിടെയെങ്കിലും എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു? എക്സിബിഷന് വെച്ചിട്ടില്ലായിരുന്നു, അല്ലാതെ മീഡിയ വഴി കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു, റീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വേറെ സുഹൃത്ത് പറഞ്ഞു, അത് കൊടുത്തു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ കല്യാണമൊക്കെ എപ്പോഴായിരുന്നു? കല്യാണം 2007. 2007 അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു? അതെ. ശരി. എവിടെ സ്ഥലം? ആലപ്പുഴ തന്നെയാണോ അതോ? ആലപ്പുഴ എവിടെയാണ്? തട്ടാരമ്പലം എന്ന് പറയും. തട്ടാരമ്പലം. ഓക്കെ. തട്ടാരമ്പലം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചിറ്റളങ്ങര ദേവീക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വ്യത്യാസത്തിനാണ്. ആറന്മുള കണ്ണാടി വളരെ ഫേമസ് ആയിട്ടുള്ള അത് നമ്മുടെ പത്തനംതിട്ട. ശരി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയും ആങ്ങളെയുണ്ട്. ആങ്ങളെ ബഹറിലാണ്, നാത്തൂനും. ഫാമിലി ആയിട്ട്. എങ്ങനെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? നാട്ടില് നല്ല സപ്പോർട്ടാണ്. അല്ല, ഇത്തരത്തിലുള്ള വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് നാട്ടില് ഫ്രണ്ട്സിന്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ നല്ല അഭിപ്രായമാണ്. അവിടെ എന്തെങ്കിലും സപ്പോർട്ടും എല്ലാം കിട്ടാറുണ്ടോ? എല്ലാരും നല്ല പ്രചോദനമാണ് തരുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. നാട്ടിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ 2 മാസം 3 മാസം നിൽക്കുമ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ താളം തല്ലി അങ്ങനെ പോകും. ശരി. ഇപ്പോൾ ഇൻ കേസ് വേറെ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ പഠിക്കണം എന്നൊരു താല്പര്യത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു. ഐഡിയാസ് അങ്ങനെയാണ്. കാരണം അങ്ങനെയുള്ള ഒരു കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല, പറഞ്ഞു കൊടുക്കുന്നതിലും. അല്ല, ചിലർക്ക് കഴിവില്ലെങ്കിലും താല്പര്യം അതന്നെ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നി പുതിയ തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, രാസലഹരിയുടെ പുറകെ പോകുന്ന എല്ലാവരും അല്ല, കുറച്ച് ശതമാനം പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലൂടെ പോകുന്ന കുട്ടികൾക്ക് ഇതുപോലത്തെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് രക്ഷകർത്താക്കൾ അവർക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ രാസലഹരിയുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ വേറെ മറ്റ് പലതിൻ്റെയും പുറകെ പോകുന്ന കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ നിർദ്ദേശം എന്താണ്? നിർദ്ദേശം അങ്ങനെ എന്താ നിർദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതായിട്ട് ലയിച്ചു പോവുക എന്നേ ഉള്ളൂ. പിന്നെ അപ്പനമ്മമാരെ മറ്റുള്ളവരെയും ആ ഒരു മെന്റാലിറ്റി കാണുക. ഇപ്പൊ ലഹരി അടിച്ചു പോകുന്നവര് ഏത് രീതിയിലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ. ഇപ്പൊ നാട്ടില് ആണല്ലോ നിങ്ങൾ നിൽക്കുന്നത് അല്ലേ? ഇപ്പോ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഹൃദയം പൊടിയുന്നത് അമ്മമാരുടെയാണ് അല്ലേ? അപ്പോൾ നാട്ടിലെ അവസ്ഥ, ഇപ്പോൾ 2 കുട്ടികളും സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെയും നമ്മുടെ ഉള്ളിൽ പണ്ട് ആൾക്കാർ പറയുന്നത് ഉള്ളിൽ തീയാണ് അല്ലേ? എന്ത് പറയുന്നു നാട്ടിലെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച്? അതെ, പിള്ളേർ തിരിച്ചു വരുന്നവരെ നമുക്ക് ഒപ്രാളവാ. ഇച്ചിരി ഒന്ന് താമസിച്ച് കഴിയുമ്പോഴത്തേന് അല്ലെ, ഇപ്പൊ ഈ 2 മക്കളും സ്കൂളിൽ പോകുമ്പോൾ അവരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കുട്ടികളുമായിട്ട് അവളുടെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കള് നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം അവരുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, അവരെ നല്ല രീതിയിൽ
വീട്ടിൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതെന്നുള്ള ധാരണയാണ് നമുക്ക്. അല്ല, അവരെ നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാറുണ്ടോ? എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് രണ്ടുപേരോട് വരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഷെയർ ചെയ്യാറുണ്ടോ? എല്ലാം തുറന്ന് അതുപോലെ ഞാൻ ചോദിക്കുകയും ചെയ്യും. വൈകുന്നേരം വരുന്ന സമയങ്ങളിൽ ഞാൻ ചോദിക്കാറുണ്ട്, മോനെ എന്താ സ്കൂളിൽ എന്തുകൊണ്ട് വിശേഷം എന്ന് ആദ്യം തുടക്കത്തിൽ ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ടോ? ഒട്ടുമുക്കാലും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആവണം കേട്ടോ. കാരണം വെച്ചാല് ഇപ്പൊ കുടുംബങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് വെച്ചാല് അച്ഛനും മക്കളും തമ്മിലുള്ള സംസാരം അത് വളരെ കുറവാണ്. പണ്ട് കാലങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും അവർ പോയിട്ട് തിരിച്ചു വരുന്നവരുള്ള കഥകൾ വീട്ടിൽ വന്ന് രക്ഷാകർത്താക്കളോട് ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം കുറഞ്ഞു വരികയാണ്. കൂടുതൽ സംസാരിക്കാനുള്ള, അതായത് അവർ ഇൻട്രാക്ഷൻ കുറഞ്ഞു അല്ലേ? മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പുതിയ തലമുറ പോകുന്നത് ആ ഒരു രീതിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കെന്നും നല്ലതാവണം, നല്ല കുട്ടിയായി വളരണം, നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. മറ്റു പലതും കാണിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, അത് അവരങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ? അത് അവരുടെ കാര്യം, നമ്മളെ കാര്യം നോക്കുക അല്ലേ? അപ്പോൾ എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ വന്നിട്ട് രക്ഷാകർത്താക്കളുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലാതെ സോഷ്യൽ മീഡിയയുടെ പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ? ഇനി ജോൺസൺ, ഇനി അടുത്ത നെക്സ്റ്റ് വർക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ഒരു ഫ്ലൈറ്റാണ്. അത് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. ഒരു 50% ആയിരിക്കുകയാണ്. അപ്പം അതിനിയും ചെയ്യണം. പിന്നെ ഇവരൊക്കെ വന്നപ്പം അതിനോടുള്ള ഒരു ഇത് മാറി. കാരണം ഇപ്പം ഫാമിലി തിരിച്ചു പോയതിനു ശേഷം മാത്രമേ ആ ഒരു കോൺസെൻട്രേഷൻ തിരിച്ചു കിട്ടുന്നുള്ളൂ. ശരി. ഇതല്ലാതെ ഇനി ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഫ്ലൈറ്റ് നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഓരോ വർക്കുകൾ കാണുമ്പോഴും അല്ലെ എന്തെങ്കിലും നമ്മൾ കാണുമ്പോഴും അത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ പിന്നെ അതിനെ കൂടുതലായിട്ട് പഠിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഒരുപാട് ക്യാഷ് ഒക്കെ ചെലവാകും ഇതിന് വേണ്ടിട്ട്? കുറേശ്ശെ ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. എന്നെ കൂട്ടി നോക്കിയാൽ ഒരു ബഡ്ജറ്റ് വരും. നല്ല ഉണ്ടാവും അല്ല? ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് ആർക്കും സെയിൽ ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ? ഇല്ല, അതിലും വന്നാൽ കൊടുക്കും എന്നല്ല. ഒരു വിപണന മാർഗമായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോ? വേറെ പാട്ട് പാടുക, കലാപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും? ചെറിയ രീതിയിലൊക്കെ പാട്ട് പാടും. ഒരു പാട്ട് പാടിയാലോ? അത് എനിക്ക് വരെ മോള് പാടും. മോള് വേറെ എന്തൊക്കെയാ കഴിവുള്ളത്? പാട്ട്, ഡാൻസ്? പാട്ട്, ഡാൻസ് ഇതൊക്കെ ഉണ്ട്. എന്നിട്ടാ മിണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ പാട്ട് പാടാറുണ്ടോ? പാടുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടീച്ചർ വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പാട്ട് പാടിയാലോ? പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൽ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂലെ നിറയെ ചിന്നി ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാൻ തങ്കമേ 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 തന്നാനേ. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ നമ്മള്. സംഗീതം പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കാൻ പോയിക്കൂടെ?
ഈ സ്കൂളിലൊക്കെ കലോത്സവം വരുമ്പോഴൊക്കെ? കലോത്സവം വരുമ്പോൾ മാത്രമല്ല, മോക്ക് പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ സംഗീതം കൂടി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡെവലപ്പായി അടിപൊളിയാവും. ഫ്യൂച്ചറിലൊരു പാട്ടുകാരിയാവാൻ പറ്റും അല്ലേ? ഡാൻസ് ചെയ്യത്തില്ലേ? ഡാൻസും ഉണ്ട്. ഇത് രണ്ടും ഒന്ന് പഠിക്കുക. നാട്ടിലൊക്കെ ഇഷ്ടംമാതിരി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ലേ? പഠിക്കുന്നുണ്ട്. ക്ലാസിക്കലാണോ? സിനിമാറ്റിക്? എവിടെയെങ്കിലും ഒക്കെ വേദികളിൽ കളിച്ചു തുടങ്ങിയോ? അതോ ആനുവൽ ഡേക്ക് കളിക്കാറുണ്ട്? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയില്ല. സമ്മാനം കിട്ടും. എന്താണ് എന്തെങ്കിലും ഉണ്ട്? ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എഴുതുമ്പോൾ 5 അക്ഷരമുണ്ട്. ഇംഗ്ലീഷാണ്. 5 അക്ഷരമുള്ള ഒരു വേർഡാണ്. പറയുമ്പോൾ ഒരക്ഷരമേ ഉള്ളൂ. ആർക്കും പറയാം. ഹാപ്പി അല്ല. ഇല്ല. ഇല്ലല്ലോ. ക്യൂ എഴുതുമ്പോൾ 5 അക്ഷരമുണ്ട്. പറയുമ്പോൾ ക്യൂ ഒരക്ഷരമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ കൂടുതലും ചിന്തിക്കണ്ട. പിന്നെ എന്നാണ് ഇനി തിരിച്ച് നാട്ടിലോട്ട്? അവസാനം മാസം പകുതി കഴിഞ്ഞിട്ടുള്ള അവസാനം നാട്ടിലോട്ട് പോവുകയാണ് അല്ലേ? ഇപ്പോൾ ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ എന്തായിരിക്കും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയുക? അത് മാത്രമുള്ള ഇവിടെ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞോളൂ. വന്നോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു സംഗതി. നമ്മൾ ടി വിയിലൊക്കെ കാണിക്കും അല്ലേ? സന്തോഷമാവില്ലേ എപ്പോഴും അല്ലേ? ഈ വീഡിയോ വരുമ്പോഴത്തേക്ക്, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയായിരുന്നോ? ഇവിടെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷ, അതോ ഇവിടെ വന്ന് ബോറായിരിക്കും അങ്ങനെ വല്ലതുമാണോ പ്രതീക്ഷ വന്നത്? രസകരമായിരിക്കും. തുടക്കത്തില് നല്ലൊരു കോമഡി അടിച്ചിട്ടാണ് അവള് ചെയ്യുന്നത്. തമാശ ഇഷ്ടമാണോ? സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണോ? കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? വിജയ്. തമിഴിലോട്ട് പോയി. കേരളത്തിലാണെങ്കിൽ ദിലീപ്. ഓക്കെ. ദിലീപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഈ പറക്കം തളിക. അങ്ങ് പോയി. അവള് ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്. നല്ല തമാശകൾ. അപ്പൊ അവള് ഭയങ്കര തമാശക്കാരിയാ. അത് ശരി. മോൻ ഇഷ്ടപ്പെട്ട ആരെയാണ്? സിനിമാ താരം, നടൻ? ദളപതി. അപ്പൊ നിങ്ങൾ രണ്ടും വിജയ് ഫാൻസ് ആണല്ലേ? അത് ശരി. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? നിങ്ങൾ 4 ആളും കൂടെ ഇരുന്ന് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ തിയേറ്ററിൽ പോയി? എമ്പുരാൻ കണ്ടു. അവിടെ ഇരുന്ന തുടക്കം തൊട്ട് അവസാനം വരെ ഇരുന്നപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് വെച്ചൊരു ഉറങ്ങി ആരെങ്കിലും ഉണ്ടായിരുന്നു? ആരാ ഉറങ്ങിയതിനകത്ത്? ഉറങ്ങിയല്ലേ? അതെന്താ പറയാ, നിങ്ങളെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ്. അവരൊന്നും ആ സമയത്ത് ഇരുന്ന് റെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ഫുഡ് ഉണ്ടാക്കാൻ ആർക്കാണ് ഏറ്റവും നല്ല കഴിവുള്ളത്? അമ്മയ്ക്കാണോ അച്ഛനാണോ? രണ്ടുപേരും. നിങ്ങൾ രണ്ടാളും എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചായ ഇടും. പിന്നെ വേറെ എന്ത് ചെയ്യും? മാഗി ഒക്കെ കുക്ക് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ നോക്കി മാഗി കുക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ അറിയൂല്ലേ? ആ ശരി. എന്ത് ഫുഡാ ഇഷ്ടം കൂടുതൽ നമുക്ക്? അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഒന്ന് ഓടാ പോയി എന്നാ ഉദ്ദേശിച്ചത്? എന്താണ്? അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയ അമ്മ ഉണ്ടാക്കി തരുന്ന എന്ത് കിട്ടിയാലും കഴിക്കും. അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ സ്നേഹം ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് എല്ലാത്തിനും രുചി കൂടുതലായിരിക്കും. അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാറുണ്ടോ നാട്ടിൽ വരുന്ന സമയത്ത്? സ്പെഷ്യൽ ചിക്കൻ കറികളും പ്രവാസികളുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും ഉണ്ട്. ഉണ്ടായി തന്നിട്ടുണ്ടോ? ഇല്ല? ഉണ്ട്. ജോൺസൺ എന്തൊക്കെയാണ്, എന്ത് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ളത്? അങ്ങനില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കിട്ടുന്നൊക്കെ പറയിട്ടുണ്ടാക്കും. പോടാ പോയി എന്തൊക്കെ ചോദിക്കുന്നത്. എന്താണ് ഇവരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ എങ്ങനെയാണ്? കഴിപ്പ് കുറവാണ്
എല്ലാവരും കൂടുതൽ നോൺ വെജ് ആണോ അതോ വെജിനോടാണോ? നോൺ വെജിനാണ് താല്പര്യം കൂടുതൽ. ശരി. അപ്പോൾ ജോൺസന് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ ഒരു ഇൻ്റർവ്യൂ കൂടി സഹായിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. കാരണം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മിനിയേച്ചർ ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ഈ ചെയ്തു വെച്ചിരിക്കുന്ന രൂപങ്ങളിൽ ക്ലോക്ക് ടവറും അതുപോലെ തന്നെ ശബരിമലയൊക്കെ എന്നും ജനഹൃദയങ്ങളിൽ പതിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള മിനിയേച്ചർ ക്രാഫ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ജോൺസൺ എന്നും ബഹ്റൈനിലെ പ്രവാസ സമൂഹം ഓർക്കും. അവരുടെ എന്നും എന്താ പറയുക, ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരാൾ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാലും ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഡയമെൻഷനൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ എടുക്കും. ഇത് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തു? 1 മാസം എടുത്തിട്ടുണ്ട്. 1 മാസം എടുത്തിട്ടുണ്ട്. അത് കിട്ടുന്ന ടൈമുകൾ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 3 ഡേയ്സ് 1 വീക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിലൊരു ക്രൈസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ജോൺസനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് നമ്മുടെ സജീഷ് പന്തളം നല്ലൊരു കലാകാരനാണ്. ആലിലയിൽ എല്ലാവർക്കും രൂപം വെട്ടിക്കൊടുക്കുന്ന, എനിക്കും ഒരിക്കൽ രൂപം ഉണ്ടാക്കി തന്ന ആളാണ്. അദ്ദേഹമാണ് ജോൺസനെ എനിക്ക് ഈ ഇന്റർവ്യൂലോട്ട് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞാൻ ഓർക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലത്തെ ഒത്തിരി മിനിയേച്ചർ ക്രാഫ്റ്റുകൾ ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം അതിനുള്ള ഒരു ഭാഗ്യം തരട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.